പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ ആരോപണങ്ങൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. മാത്രമല്ല, ഇടത് MLA ആയി അല്ലെങ്കിൽ ഇടതിൻ്റെ ഒരു അംഗത്വം നൽകിയ പാർട്ടിയുടെ നേതാക്കളാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അതോട് പറയുന്നത്? അതായത് ആര് ആരോപണം ഉയർത്തിയാലും ജി സുധാകരനും കഴിഞ്ഞ നാളുകളായിട്ട് CPM-ൻ്റെ സംഘടനാ രീതികളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പം സുധാകരനായാലും അൻവറായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്കാർ കരുതുന്നത് അതെല്ലാം പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുണദോഷങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് CPM ആണ്, ഞാനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ CPM-ന് ഗുണമുണ്ടാക്കുമോ ദോഷം ഉണ്ടാക്കുമോ എന്നുള്ളതല്ല പ്രശ്നം. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. അൻവർ ഇപ്പോൾ നിയമസഭാംഗത്വം രാജിവെച്ചിട്ടില്ല. അദ്ദേഹം LDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗത്വമാണ്. അതിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച നിലമ്പൂരിലൊരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവിടെ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കമെന്ന് അങ്ങ് വിചാരിക്കുന്നത്? യഥാർത്ഥത്തിൽ അൻവർ CPM MLA അല്ല. CPM-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച LDF സ്വതന്ത്രനാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കുകയോ വേണ്ടയോ തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ CPM-നോ LDF-നോ അധികാരമില്ല. ഈ സാങ്കേതികമായി അദ്ദേഹം നിയമസഭാ കക്ഷിയുടെ യോഗത്തിൽ അദ്ദേഹത്തെ ക്ഷണിതാവാണ്. നിയമസഭാ കക്ഷി അംഗമാണെന്ന് പോലെ അർത്ഥമില്ല, കാരണം CPM അംഗമല്ല. അപ്പോൾ CPM-ൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹത്തെ ഒരു സൗഹാർദ്ദ പ്രതിയായി ഒരു ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ പോകണോ പോകണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അൻവറാണ്. ഇനി വിളിക്കണോ വേണ്ടിക്കണോ തീരുമാനിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. CPI ആത്മാഭിമാനമുള്ള പാർട്ടിയാണെങ്കിൽ CPM-ൽ നിന്ന് പുറത്തു വരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.